ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ മലനാട് TV-യുടെ ഓഫീസിലാണ്, പാലാരിവട്ടത്ത്. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മലനാട് TV ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലനാട് TV-യുടെ MD, എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജയേഷേട്ടൻ. അപ്പോൾ ജയേഷേട്ടൻ്റെ ഈ ഒരു ചാനലിൽ, ജയേഷേട്ടൻ്റെ ചാനലിലെ പ്രോഗ്രാമിലൊക്കെ കുറേ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അത് 15ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ തന്നെ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ജയശേഖരനെയും നമ്മുടെ മലനാട് TV-യിലെ മറ്റ് മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ MNTV-യുടെ മാനേജിംഗ് ഡയറക്ടർ ജയേഷ്. ഇത് വേറൊരു ജയേഷ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ്, നമ്മുടെ ക്യാമറമാൻ കിരൺ. ജയേഷിന്റെ വിശേഷം അറിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. സന്തോഷം. എത്ര വർഷമായിട്ടാണ് നമ്മൾ വലിയ ദശാബ്ദത്തിന് ശേഷം എത്ര വർഷം അറിയാം. തമ്മനത്തെ സ്റ്റുഡിയോ വിളിച്ചു അല്ലേ? അഞ്ച് തിരക്കേറി പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഒരുപാട്. പക്ഷെ എനിക്ക് വലിയ കണ്ണൊക്കെയുള്ള മഞ്ജു, ഈ ക്യാമറ മുമ്പിൽ ആദ്യമായിട്ട് അതിങ്ങനെ പകച്ചിരിക്കുന്ന മഞ്ജുവിന് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് വരുമ്പോ അല്ലേ? ആദ്യം നമ്മളത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നായികയായിട്ട്. അതെ, ജയശേഖരന്റെ എന്റെ ആദ്യത്തെ നായകനാണിത്. കുറച്ചു നേരം എനിക്ക് വിട്ടുതരാമെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് പറയാം. തീർച്ചയായിട്ടും. അല്ല, മഞ്ജു ഇപ്പം വന്നില്ലേ? വന്നാൽ നമ്മൾ എന്തായാലും ഒരു ആഘോഷമാണ്. ഇന്ന് വന്നത് ഏത് സമയത്താണ് അറിയാം? 15ാം വാർഷികമാണ്. സെലിബ്രിറ്റിയായി സ്റ്റുഡിയോയിലൊക്കെ കണ്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് പോകാം അല്ലേ? നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. നമ്മുടെ എല്ലാ സംവിധാനങ്ങളൊക്കെ അപ്പൊ മഞ്ജു വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സംവിധാനങ്ങളൊക്കെ. എന്തായാലും മഞ്ജു അത് വളരെ സന്തോഷം. അടിപൊളിയല്ലേ ജയശേട്ടാ? ഇതൊരു ലോകം മുഴുവനും അറിയുന്ന അല്ലെ, മലനാട് TV-യുടെ സ്റ്റുഡിയോയിൽ വരാൻ എന്തായാലും ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഈ ഒരു 15ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഇതിൽ അഭിനയിക്കുമ്പോൾ ഡയറക്ടർ അല്ലേ, ഒരു ഗുരുശിഷ്യ ബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് മഞ്ജു സിനിമയിലും സീരിയലിലും ഒക്കെ പോയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു. ഈ ക്യാമ്പില് നമ്മളിപ്പോ 20 വർഷം കഴിഞ്ഞിട്ടാണ് മഞ്ജുനെ കാണുന്നത്. 10 വർഷത്തിനിടയ്ക്കൊന്ന് കണ്ടു. അത് കണ്ടത് ആലുവ ഒരു സെമിനാരിയിൽ ഒരു വലിയ ഇവന്റ് നടക്കുമ്പോഴാണ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഗ്രേറ്റ്നെസ് ഉണ്ടായിരുന്നു. വീൽ ചെയറിലുള്ള ആളുകളെ, വീൽ ചെയറിൽ അമർന്നു പോയ ആൾക്കാർക്ക് 3 ദിവസം ഓണോ എന്തോ ആഗ്രഹമാണ്, വിശേഷ ദിവസം ആഘോഷിക്കാനായിട്ട് ചിറകുകൾ എന്നാണ് എന്റെ പരിപാടിയുടെ പേര്. ഈ പരിപാടി കണ്ടപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഇത് ലൈവ് ചെയ്യണം, കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ടെലിവിഷനിൽ വന്നിട്ടില്ല അല്ലേ മഞ്ജു? അപ്പൊ എന്തായാലും നമ്മൾ ചിന്തിച്ച പോലെ അവരോടൊപ്പം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ മഞ്ജു എന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലെ നടിയുടെ മനസ്സിനകത്തും ഒരു അവരോടൊപ്പം ഉള്ള ഒരു കരിവ്, ഒരു ആർദ്രതയുണ്ട്. അങ്ങനെ 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ ഞാൻ നോട്ടീസൊക്കെ വായിച്ചപ്പോൾ മഞ്ജു വിജേഷ് തരിക. അപ്പൊ നമ്മൾ ഈ കല്യാണം കഴിയാനും ഞാൻ അറിയില്ല. അപ്പൊ മഞ്ജു വിജേഷ് വേറെ കൊച്ചിയിലുള്ള നടിമാരാരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളത് മൈൻഡ് ചെയ്തില്ല. 3 ദിവസം അടിപൊളിയായിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്ത് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതിൽ അതിഥി വരുന്നു. ഉദ്ഘാടകയായിട്ട്, അല്ല, സമാപന സമ്മേളനോട് ഉദ്ഘാടകയായിട്ടാണ് വരുന്നത്. അത് സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് കാണാം മഞ്ജുവിനെ. അപ്പോഴുണ്ട് അതിഥി വന്ന് അവിടെ മഞ്ജു ഓരോരുത്തരെ ആദരിക്കുന്നു, മഞ്ജുവിനെ ഉദ്ഘാടനം നടത്തുന്നു, മഞ്ജു പ്രസംഗിക്കുന്നു. നമ്മുടെ പത്തനാപുരം അല്ലെങ്കിൽ മലയോര മേഖലയുടെ നാട്ടുപുറത്ത് നിന്ന് ഒരു കൊച്ചു കലാകാരി ഇത്രയും ഉയർന്ന് കാണുമ്പോഴത്തെ വലിയ സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക്, ഈ സംഘാടകർക്ക് ഞാനും മഞ്ജു അറിയുമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പം സംഘാടകർ പെട്ടെന്ന് ഒരാള് പ്രധാന സംഘാടകർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മളിത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരാളെ മറന്നുപോയി, നമ്മൾക്ക് 1 രൂപ പോലും വാങ്ങാതെ ഈ പരിപാടി 3 ദിവസം ലൈവ് ചെയ്തൊരു ചാനൽ എന്നുള്ള നിലയിൽ മലനാട് TV ആദരിക്കുന്നു, ജയേഷ് സാറിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ, അപ്പൊ എനിക്ക് മഞ്ജു അവിടെ ഉണ്ടല്ലോ, മഞ്ജുവിന്റെ അടുത്ത് വന്നല്ലോ, മഞ്ജു ഞെട്ടിപ്പോയി. ഞാൻ പരിപാടി മഞ്ജുവിനെ കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പം നമ്മളിങ്ങനെ ഇരിക്കല്ലേ, ഇവര് ആദരിക്കും. അപ്പം ജയേഷ് സാർ, അപ്പം വേറെ 1-2 പേര് മഞ്ജു അല്ലാതെ അവർ ആദരിക്കുന്നുണ്ട്. അപ്പം അവരെ ഒന്നും വിളിക്കാതെ ഇവര് സെലക്ട് ചെയ്ത് മഞ്ജുവിനെ എന്നെ ആദരിക്കും. അതൊരു കോയിൻസിഡന്റിലായിട്ടും വലിയ സന്തോഷമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും എന്റെ അമ്മയുടെ നടിയായിരുന്നല്ലോ, ആർട്ടിസ്റ്റായിരുന്നു. അപ്പൊ ആ ആർട്ടിസ്റ്റിന്റെ മകൻ എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടി ഈ രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും യാത്രാ ദുരിതവും എല്ലാ കാര്യങ്ങളും
നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്തോരം കഷ്ടപ്പെട്ടിട്ടില്ലേ? യാത്രകൾ, ആ ഒരു ഗ്രാമത്തിൽ നിന്നും മെയിൻ സ്ട്രീം നഗരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ മറ്റൊരാളെക്കാളും പിന്തള്ളപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടും ഇവിടെ വരെ എത്തി. എന്നിട്ട് നമ്മളെയൊക്കെ ആദരിക്കുന്ന തരത്തിലൊരു വലിയ അതിഥിയാകാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു വലിയ കാര്യമില്ലേ? എനിക്ക് തോന്നുന്ന ഒരു മുഹൂർത്തം 100%. അപ്പം മുഴുവൻ വിശേഷങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു തീർക്കുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് കൂടി ബാക്കി വെച്ചേക്കണമല്ലേ. അപ്പം കുറച്ചു നേരത്തേക്ക് ഞാൻ മലനാട് ടിവിക്ക് വേണ്ടി മഞ്ജുവിനെ ദത്തെടുക്കുകയാണ്. എല്ലാ വിശേഷങ്ങളും ചോദിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്തു. അതെ അതെ, ഞാൻ ഏഷ്യാനെറ്റില് ഒരുമിച്ച് കോമഡി നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട്, കിരൺ. കാരണം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയം. നമ്മുടെ 15 വർഷമായിട്ടുള്ള സഹയാത്തിന്റെ മഞ്ജു ടിവിയോടൊപ്പം വർഷങ്ങളായിട്ടുള്ള വർഷമായി ദേശ ജീവൻ ജീവി എന്നൊക്കെ അറിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നോട് പറയും, നമുക്കൊരു ആർട്ടിസ്റ്റ് ഉണ്ട് മഞ്ജു ഇന്ന് ഞാൻ വീട്ടിൽ പോകാനിരുന്നാണ് സത്യത്തില്. പക്ഷെ മഞ്ജു ഇരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാറ്റി വെച്ചാണ് പോകും. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഇറങ്ങാണ്. അപ്പൊ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ മലനാട് ടിവിയിലൂടെ നമുക്ക് കാണാം അല്ലെ. 15 വർഷം തികഞ്ഞതിന്റെ ഒന്ന് അതിഥിയായിട്ട് എത്തിയൊരു സന്തോഷം. മലനാട് ടിവി ഇന്നത്തെ ദിവസം ടോട്ടലി ഒരു ഗ്രേസ് സന്തോഷം എന്ന് പറഞ്ഞ ഒരു ദിവസമാണ്. അപ്പൊ ശരിക്കും ഞാനാണ് താങ്ക്സ് പറയുന്നത്. ഇന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിയായിരുന്നു ഞാൻ. അപ്പൊ അവിടെ ജയേഷ് വന്നു. അപ്പൊ ആ ഒരു ഇത് നേരെ ഇങ്ങോട്ടേക്കും വരാൻ പറ്റി. ജയേഷിനോടൊരു സ്പെഷ്യൽ താങ്ക് യു. എന്തായാലും മഞ്ജുവിന്റെ എല്ലാ കൂട്ടുകാർക്കും കേരള പിറവി ആശംസകൾ. അതാണ് ഏറ്റവും വലിയ ഓക്കെ, സന്തോഷം.